അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നബിയോടൊപ്പം എന്ന പോഡ്കാസ്റ്റിന്റെ 3-ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ കൂടെ മുഹ്സിൻ വളവട്ടവും ഷാക്കിർ തലപ്പുറമാണ് ഉള്ളത്. രഹസ്യ പ്രബോധനത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചതിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല രൂപത്തിൽ വഹി ലഭിച്ചതായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സ്വപ്നങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ച് നൽകിയിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കിനെ കാണാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നബിയുടെ ഹൃദയത്തിലേക്ക് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു ബോധനം, ഒരു തോന്നൽ. അതെന്താണ്? നമുക്ക് തോന്നുന്ന പോലെ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ആ രൂപത്തിൽ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുക, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് എന്ന ഒരു മധ്യവർത്തി ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നൊരു രീതി. അതായത് മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ചതുപോലെയുള്ള ഒരു സംസാരം, ഒരു വഹി ഇറക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ സാധിക്കും. പിന്നീട് മനുഷ്യൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മലക്ക് പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയ സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആ സംഭവങ്ങളിൽ മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ വരുമ്പോൾ ആ മനുഷ്യരൂപത്തെ, മലക്കാണത്, എന്നാൽ മനുഷ്യരൂപത്തിൽ വന്ന സ്വഹാബാക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? ആ രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു ശൂറയിൽ നമ്മളെ വളരെ വ്യക്തമായിട്ട് വഹിയെ പറ്റി പഠിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു മനുഷ്യനോടും അല്ലാഹു സംസാരിക്കുകയുണ്ടായിട്ടല്ല. എങ്ങനെയല്ലാതെ? എന്നിട്ട് അല്ലാഹു പറയാണ്, ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബ്. ഒരു മറയിലൂടെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സംസാരത്തിലൂടെ. മറ്റൊരു രൂപം എന്താണ്? ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ. അല്ലെങ്കിൽ ഒരു മറയുടെ അപ്പുറത്ത് നിന്നോ, അല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചുകൊണ്ട്, ഒരു മലക്കിനെ അയച്ചുകൊണ്ട് അദ്ദേഹം അവൻ്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രൂപവും. ആ തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? വഹികൾ നൽകിയത് എന്ന് സൂറത്തു ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് അവസാനത്തിൽ അല്ലാഹു പറയാണ്, ഇന്നഹു അലിയുൻ ഹക്കീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാണ്, അഗാധജ്ഞനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ രഹസ്യ പ്രബോധനം തുടങ്ങിയതിന് ശേഷം ആരാണ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ചരിത്രം പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനത്തിൽ ആദ്യമായി കൊണ്ട് തന്നെ പുരുഷന്മാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീകളിൽ നിന്ന് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. ഭൃത്യന്മാർ അഥവാ അടിമകളിൽ നിന്ന് ആദ്യമായി കൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹ. ചെറിയ കുട്ടികളിൽ നിന്ന് ആദ്യമായി കൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്ന ആദ്യത്തെ കുട്ടി, ഇസ്ലാം സ്വീകരിക്കുന്ന ആദ്യത്തെ കുട്ടി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ നിന്ന് റുഖയ്യ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ തുടങ്ങിയവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. രഹസ്യ പ്രബോധന വേളയിൽ ഇവർക്ക് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തപ്പോൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഇതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചവർ. അതിൽ നിന്ന് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കുടുംബത്തിൻ്റെ പുറത്ത് നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. യുവാക്കളിൽ പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് നമുക്ക് കാണാൻ കഴിയും.
ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചു, ബോധനം ലഭിച്ചു പല വഴിയിലൂടെയും ലഭിച്ചു. സ്വപ്നങ്ങളായിട്ടും ലഭിച്ചു. മറ്റൊന്ന് കാണാൻ നമുക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ വഹി നൽകുന്നുണ്ട്. ഒരു മറയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? വഹി നൽകുന്നുണ്ട്. ആ തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ബോധനങ്ങൾ, വഹികൾ, അതെന്ത് ചെയ്യാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരിലേക്ക് എത്തിക്കുകയാണ്. ആ തുടക്ക കാലഘട്ടമാണ്. ആ വഹി കഴിഞ്ഞു, വഹിയുടെ തുടക്കം, വഹി ലഭിച്ചു, പിന്നീട് പ്രബോധനത്തിലേക്ക് ഇറങ്ങുകയാണ്. രഹസ്യ പ്രബോധനമാണ് ആദ്യമായിട്ട് ചെയ്യാൻ പറയുന്നത്. അതിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ സ്വബർ കാണിക്കണം, നീ ക്ഷമ കാണിക്കണം, കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടാവും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ട് അതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നുമല്ലാത്തൊരു സമൂഹത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു പോയ ഒന്നും അവരിലില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജാഹിലീങ്ങളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? അവിടെ കാണാൻ സാധിക്കുന്നത്. അവരിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രഹസ്യ പ്രബോധനത്തിനു വേണ്ടി അയക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ് വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ. വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. നബിയെ, നീ എന്ത് ചെയ്യുക? ക്ഷമ കൈകൊള്ളുക. നീ ക്ഷമിക്കേണ്ടതുണ്ട്. ആ ക്ഷമക്ക് പോലും നിനക്ക് ആര് തൗഫീക്ക് നൽകണം? ആ ക്ഷമിക്കാൻ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കതിനുള്ള അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനുപോലും കഴിയുകയില്ല. പിന്നീട് അതിന് ശേഷമുള്ള ആയത്തിൽ അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള, സൂക്ഷ്മതയുള്ളവരുടെ കൂട്ടത്തിലാണ്. അവരുടെ മാത്രമല്ല, വല്ലദീന ഹും മുഹ്സിനൂൻ, നിഷ്കളങ്കരുടെ കൂട്ടത്തിലുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇപ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഒരു രഹസ്യ പ്രബോധനത്തിന് ഇറങ്ങുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരു പ്രബോധനത്തിൽ ഇറങ്ങുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദബ് പഠിപ്പിക്കാൻ, നിനക്ക് ക്ഷമ ഉണ്ടാകണം. ആ ക്ഷമയും ആര് തരണം? എൻ്റെ സഹായം കൊണ്ടാണ് നിനക്ക് ഉണ്ടാകുക. നീ സൂക്ഷ്മത കൈവരിക്കണം. ഈ തരത്തിൽ നീ അള്ളാഹു ആരുടെ കൂടെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വ്യക്തമായി പഠിപ്പിക്കണം. അപ്പോൾ വെറുതെ അള്ളാഹിൻ്റെ റസൂല് വഹി ലഭിച്ചു, പ്രബോധനം ചെയ്തു, ലഭിച്ചു എന്നല്ല. അതിൻ്റെ പിറകിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വലിയൊരു കഷ്ടപ്പാട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുമല്ലാത്ത ആ ജനതയിലേക്ക് അത് പറയുമ്പോഴുള്ള, ആ രഹസ്യ പ്രബോധനം ചെയ്യുമ്പോൾ പോലും അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? വല്ലാതെ പേടിച്ചിട്ടും ഭയന്നിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? നീ പേടിക്കും, ബേജാറാകൊന്നും വേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നിനക്കുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. عروسة النور تاج البدر يبرزها نجما يشع بأنوار وأنوار مبارك